ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വായനാദിന ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 100-ൽ പരം ചോദ്യങ്ങളാണ് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ ആഡ് ആക്കിയിട്ടുണ്ട്. അതിന് ശരിയായ ഉത്തരം താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്തുക. വിജയികളുടെ പേരുകൾ നാം അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കേരളത്തിൽ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ കാരണം എന്താണ്? ഉത്തരം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സാരഥിയായ പി.എൻ. പണിക്കരുടെ ചരമദിനമായതിനാൽ. പി.എൻ. പണിക്കരുടെ ജന്മനാട് എവിടെയാണ്? ഉത്തരം ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ്? ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കർ 1926 ജന്മനാട്ടിൽ ആരംഭിച്ച വായനശാല ഏതാണ്? ഉത്തരം സനാതനധർമ്മം വായനശാല. കേരള ഗ്രന്ഥശാല സംഘം രൂപീകൃതമായ വർഷം ഏത്? ഉത്തരം 1945. ആദ്യകാലത്ത് കേരള ഗ്രന്ഥശാല സംഘം അറിയപ്പെട്ടിരുന്നത് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം എന്നായിരുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം അല്ലെങ്കിൽ ലോഗോ തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഒ.എൻ.വി. കുറുപ്പ്. ഒ.എൻ.വി. കുറുപ്പാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ലോഗോ തയ്യാറാക്കിയത്. പി.എൻ. പണിക്കർ അന്തരിച്ച വർഷം ഏതാണ്? ഉത്തരം 1995 ജൂൺ 19. കേരള സർക്കാർ വായനാ വാരമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. കേന്ദ്ര സർക്കാർ പി.എൻ. പണിക്കരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? ഉത്തരം 2004. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? ഉത്തരം കുന്തലത. മലയാളത്തിലെ ആദ്യ നോവലായ കുന്തലത എഴുതിയത് അപ്പു നെടുങ്ങാടിയാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പഠിച്ചു വെക്കണം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ്? ഉത്തരം രാമചന്ദ്രവിലാസം. രാമചന്ദ്രവിലാസം എഴുതിയത് അഴകത്ത് പത്മനാഭക്കുറുപ്പ്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. ഇന്ദുലേഖയാണ് മലയാളത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ. ഇന്ദുലേഖ എഴുതിയത് ഒ. ചന്തുമേനോനാണെന്ന് ഓർക്കുക. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? ഉത്തരം വർത്തമാന പുസ്തകം. ഇത് എഴുതിയത് പാറേമാക്കൽ തോമാക്കത്തനാറാണ്. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏതാണ്? ഉത്തരം മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ രചിച്ചത് സി.വി. രാമൻ പിള്ളയാണ്. മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്ര നോവൽ ഏതാണ്? ഉത്തരം പാത്തുമ്മയുടെ ആട്. വൈക്കം മുഹമ്മദ് ബഷീറാണ് പാത്തുമ്മയുടെ ആട് രചിച്ചത്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഉത്തരം രാജ്യസമാചാരി. ഈ ദിനപത്രം ആരുടേതായിരുന്നു? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. ജ്ഞാനപീഠം പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം ജി. ശങ്കരക്കുറുപ്പ്. ജി. ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത കൃതി ഏതാണ്? ഉത്തരം ഓടക്കുഴൽ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ രണ്ടാമത്തെ മലയാളി ആരാണ്? ഉത്തരം എസ്. കെ. പൊറ്റക്കാട്. എസ്. കെ. പൊറ്റക്കാടിന് ജ്ഞാനപീഠം നേടിക്കൊടുത്ത നോവൽ ഏതാണ്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കഥ. തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം ഏതാണ്? ഉത്തരം 1984. തകഴിയുടെ കയർ എന്ന നോവലിൻ്റെ പശ്ചാത്തലത്തിലാണ് തകഴിക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മാലി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം വി. മാധവൻ നായർ. ആശ മേനോൻ എന്ന തൂലികാനാമത്തിൽ എഴുതുന്നത് ആരാണ്? ഉത്തരം കെ. ശ്രീകുമാർ. ഉറൂബ് എന്നത് ആരുടെ തൂലികാനാമമാണ്? ഉത്തരം പി. സി. കുട്ടിക്കൃഷ്ണൻ. പി. സി. കുട്ടിക്കൃഷ്ണനാണ് ഉറൂബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോവിലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? ഉത്തരം വി. വി. അയ്യപ്പൻ. വി. വി. അയ്യപ്പനാണ് കോവിലൻ എന്ന പേരിൽ
അറിയപ്പെടുന്നത്? ആനന്ദ് എന്നത് ആരുടെ തൂലികാനാമമാണ്? ഉത്തരം പി. സച്ചിദാനന്ദൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പി. സി. ഗോപാലൻ. വിലാസിനി എന്നത് ആരുടെ തൂലികാനാമമാണ്? ഉത്തരം എം. കെ. മേനോൻ. എം. കെ. മേനോന്റെ തൂലികാനാമമാണ് വിലാസിനി. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കെ. ഇ. മത്തായി. കെ. ഇ. മത്തായിയാണ് പാറപ്പുറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. തിക്കോടിയൻ എന്ന പേരിൽ പ്രശസ്തനായ നാടകകൃത്ത് ആരാണ്? ഉത്തരം പി. കുഞ്ഞനന്ദൻ നായർ. പി. കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാം ഊഴം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ്? ഉത്തരം ഭീമൻ. രണ്ടാം ഊഴം എഴുതിയത് എം. ടി. വാസുദേവൻ നായരാണ്. ചെമ്മീൻ എന്ന നോവലിലെ പ്രധാന പ്രണയ ജോഡികൾ ആരാണ്? ഉത്തരം കറുത്തമ്മയും പരീക്കുട്ടിയും. കറുത്തമ്മയും പരീക്കുട്ടിയും തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. മയ്യഴി പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം എം. മുകുന്ദൻ. അപ്പുക്കിളി ഏത് പ്രശസ്ത നോവലിലെ കഥാപാത്രമാണ്? ഉത്തരം ഖസാക്കിന്റെ ഇതിഹാസം. ഒ. വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുക്കിളി. ആടുജീവിതം എന്ന നോവലിലെ നായകൻ ആരാണ്? ഉത്തരം നജീബ്. ആടുജീവിതം എഴുതിയത് ബെന്യാമിനാണ്. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? ഉത്തരം ദസ്തയേവ്സ്കി. ഒരു സങ്കീർത്തനം പോലെ എന്ന നോവൽ രചിച്ചതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പെരുമ്പടവം ശ്രീധരനാണ്. ബാല്യകാലസഖിയിലെ മജീദിന്റെ കാമുകി ആരാണ്? ഉത്തരം സുഹ്റ. ബാല്യകാലസഖി എഴുതിയത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ശാരദ, ലക്ഷ്മീശപഥം എന്നിവ ആരുടെ നോവലുകളാണ്? ഉത്തരം സി. വി. രാമൻപിള്ള. ഒരൊറ്റ മരപ്പെയ്യേ എന്നത് ആരുടെ കവിതാ സമാഹാരമാണ്? ഉത്തരം സുഗതകുമാരി. അഗ്നിസാക്ഷി എന്ന പ്രശസ്ത നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം കുമാരനാശാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഇവർ മൂന്നുപേരുമാണ് ആധുനിക കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. സ്നേഹഗായകൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. കുമാരനാശാനാണ് സ്നേഹഗായകൻ എന്നറിയപ്പെടുന്നത്. കേരള പാണിനി എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം എ. ആർ. രാജരാജവർമ്മ. എ. ആർ. രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നറിയപ്പെടുന്നത്. ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കവി ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് അറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാളത്തിലെ പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാണ്? ഉത്തരം എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. എഴുത്തച്ഛനും ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമാണ് മലയാളത്തിലെ പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ജനകൻ ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണഗാഥ എഴുതിയത് ആരാണ്? ഉത്തരം ചെറുശ്ശേരി. മാതൃഭൂമിയുടെ കവി എന്ന് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ആശയഗംഭീരൻ എന്ന് അറിയപ്പെടുന്ന കവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? ഉത്തരം വി. ടി. ഭട്ടതിരിപ്പാട്. എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ്? ഉത്തരം മാധവിക്കുട്ടി. മാധവിക്കുട്ടിയുടെ പേരാണ് കമല സുരയ്യ. കഴിഞ്ഞ കാലം ആരുടെ ആത്മകഥയാണ്? ഉത്തരം കെ. പി. കേശവമേനോൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ഇ. എം. എസ്. നമ്പൂതിരിപ്പാടിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ആത്മകഥ. ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ കൃതിയാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. എൻ്റെ നാടുകടത്തൽ ആരുടെ കൃതിയാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അരങ്ങ് കാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ്? ഉത്തരം തിക്കോടിയൻ. ജീവിതസമരം ആരുടെ ആത്മകഥയാണ്? ഉത്തരം സി. കേശവൻ. കാവ്യനർത്തകി എന്ന് സ്വയം വിശേഷിപ്പിച്ച കവിയുടെ ആത്മകഥ ഏതാണ്? ഉത്തരം പി. കുഞ്ഞിരാമൻ നായർ. പി. കുഞ്ഞിരാമൻ നായരുടെ കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കവിയുടെ കാൽപ്പാടുകൾ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളീ നിങ്ങളെത്താൻ
ആരുടെ വരികളാണിവ? ഉത്തരം കുമാരനാശാൻ. കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കവിതയിലെ വരികളാണിവ. ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ഈ വരികൾ ആരുടേതാണ്? ഉത്തരം വള്ളത്തോൾ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി. ആരുടെ വരികളാണിവ? ഉത്തരം സുഗതകുമാരി. അനന്തമാം ഈ പ്രപഞ്ചത്തിൽ എത്ര ചെറുതാണ് ഞാൻ എന്ന് പാടിയ കവി ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. എല്ലാവരും ചൊല്ലുന്നു പണ്ടേ പണ്ടേ കരിമ്പ് കയ്പേറെയെന്ന്. ആരുടെ വരികളാണിവ? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. കല്ലിന്മേൽ കല്ല് വെക്കാതെ ഞാൻ തകർക്കും ഈ ജാതി വ്യവസ്ഥയെ. ആരുടെ വാക്കുകളാണിവ? ഉത്തരം അയ്യൻകാളി. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം. ആരുടെ വരികളാണിവ? ഉത്തരം കുമാരനാശാൻ. ആ പുഷ്പമേ അധിക തുംഗപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കെയേ നീ. ഏത് കവിതയിലെ വരികളാണ്? ഉത്തരം കുമാരനാശാന്റെ വീണപ്പൂവ്. എന്നാണ് ലോക പുസ്തക ദിനം? ഉത്തരം ഏപ്രിൽ 23. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? ഉത്തരം വില്യം ഷേക്സ്പിയറുടെ ചരമദിനമായതിനാൽ. ഹാംലെറ്റ്, മാക്ബെത്ത് എന്നീ വിശ്വപ്രസിദ്ധ നാടകങ്ങൾ എഴുതിയത് ആരാണ്? ഉത്തരം വില്യം ഷേക്സ്പിയർ. യുദ്ധവും സമാധാനവും, വാർ ആൻഡ് പീസ് എന്ന വിഖ്യാത നോവൽ എഴുതിയത് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. ഏഷ്യയിൽ നിന്ന് ആദ്യമായി സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ചത്. വർഷം 1913 ആണ്. രവീന്ദ്രനാഥ ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതി ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഉത്തരം ഗീതാഞ്ജലി. ഇന്ത്യയുടെ ദേശീയ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കൊൽക്കത്ത. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ഉത്തരം ലൈബ്രറി ഓഫ് കോൺഗ്രസ്. അമേരിക്കയിലുള്ള ലൈബ്രറി ഓഫ് കോൺഗ്രസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. വിങ്സ് ഓഫ് ഫയർ അല്ലെങ്കിൽ അഗ്നിച്ചിറകുകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. കേരള സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തൃശൂർ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? ഉത്തരം R നാരായണ പണിക്കർ. കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ആദ്യത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞൻപിള്ള 1993. വയലാർ രാമവർമ്മയുടെ സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം ഏതാണ്? ഉത്തരം വയലാർ അവാർഡ്. ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ഉത്തരം അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി രചിച്ചത് ലളിതാംബിക അന്തർജനമാണ്. ആൻ ഫ്രാങ്ക് ഡയറി ഒറിജിനലായി എഴുതപ്പെട്ട ഭാഷ ഏതാണ്? ഉത്തരം ഡച്ച്. ഹരിനാമകീർത്തനം എഴുതിയത് ആരാണ്? ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛനാണ് ഹരിനാമകീർത്തനം എഴുതിയത്. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നാൽക്കവല നാടകം ആയ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എഴുതിയത് ആരാണ്? ഉത്തരം തോപ്പിൽ ഭാസി. കൂട്ടുകാരെ, നിങ്ങൾക്കുള്ള ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്. ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? നിങ്ങളുടെ ഉത്തരം താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്തുക. വിജയികളുടെ പേരുകൾ നാം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. താങ്ക് യു.